സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് തങ്ങളുപാറയിലാണ്, വാഗമൺ തങ്ങളുപാറയിലാണ്. നമ്മളിവിടുന്ന് എളങ്കാട് റോഡാണ് ഇറങ്ങിപ്പോകാൻ പോകുന്നത് കേട്ടോ. എളങ്കാട് റോഡ് പുതിയ വഴി എങ്ങനെയുണ്ട്, അപ്പോൾ ഇവിടുത്തെ വഴിയുടെ ഇപ്പോഴത്തെ പുരോഗതി, ടൂറിസ്റ്റുകൾ ഇനി വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി ഏതൊക്കെ വണ്ടികൾ ഇറങ്ങി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം പുതിയ വഴികൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനമാകും. കാരണം നിങ്ങൾ നാളെ വരുമ്പം ഇതുവഴി ഏതൊക്കെ വണ്ടിക്ക് കയറി വരാൻ പറ്റും, സാധാരണ ഡ്രൈവ് 2 വീൽ ഡ്രൈവിന് വരാൻ പറ്റും, 4 വീൽ ഡ്രൈവ് വരാൻ പറ്റുള്ളൂ. വഴിയുടെ ഫുള്ള് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പോകുന്ന താറ് വണ്ടിയിലാണ് കേട്ടോ, താറിലാണ്. ഇവിടെയൊക്കെ നല്ല ടാറിങ്ങാണ് കാണുന്നത്. ഇനിയിപ്പോൾ താവോട്ട് ചെന്ന് ഇത് ഓറഞ്ച് വാലി റിസോർട്ടാണ് കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എളങ്കാട് കാണാൻ നിങ്ങളത് കാണിച്ചു തരാം. നല്ല കോടമഞ്ഞുണ്ട് കേട്ടോ, അടിപൊളി കോടമഞ്ഞുണ്ട്. വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മുടെ റോഡ് വളഞ്ഞ് പോകുന്ന നമ്മുടെ റോഡ് ദൂരെ കാണാം. നമ്മുടെ സ്കൂൾ, ഞാൻ പഠിച്ച NDR JJ മർഫി സ്കൂൾ കേട്ടോ, ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വില്യാന്തക്കാവ് ക്ഷേത്രം കാണാം. ഇവിടെ അതാണ് വില്യാന്തക്കാവ് ക്ഷേത്രം. വണ്ടി പോകുന്നതാണ്. നമ്മളിവിടുന്ന് റൈഡ് തുടങ്ങും കേട്ടോ. ഇറങ്ങി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് സോളിങ് വഴിയാണ് ബൈക്കുകളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പം തങ്ങളുപാറ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോകണം. ഇവിടെ നല്ല നിലവാരത്തിലാണ് ടാർ ചെയ്തേക്കുന്നത്. നിലവാച്ച അടിപൊളിയായിട്ട് ടാർ ചെയ്തേക്കുന്നത് കേട്ടോ, സൂപ്പറായിട്ട് ടാർ ചെയ്തേക്കുന്നത് കേട്ടോ. സോളിങ് പണി പുരോഗമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ. പക്ഷെ മഴ വലിയധികം നമ്മളെ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് വർക്ക് കണ്ടായിട്ട് നടക്കുന്നുണ്ട്. നേരത്തെ ഒന്ന് സോൾ ചെയ്ത് പോയതാണ്, സോൾ ചെയ്ത് എല്ലാം ഒഴുകി പോയതാണ്. എല്ലാം സോളിങ് പണി നടക്കുന്നുണ്ട് കേട്ടോ. വീതിയുണ്ട്, ഒക്കെ സോളിങ് പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുമ്പ് നിന്ന് ആ ഓറഞ്ച് വാലി റിസോർട്ടിൻ്റെ തങ്ങളുപാറ ഏകദേശം 1 കിലോമീറ്റർ വിട്ട് കേട്ടോ. ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഇവിടെ എല്ലാ വണ്ടികളും വരും കേട്ടോ. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ മോശാവസ്ഥ, എവിടെയാണ് പണി തീരാനുള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒക്കെ നല്ല വീതി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാനയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല. ഇവിടെയൊന്നും വലിയൊരു കെട്ട് കയറി വരുന്നുണ്ട്. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, കാറുകളെല്ലാം തന്നെ പോകും. കെട്ട് കെട്ടാറുണ്ട് താഴെ. വലിയ വെള്ളപ്പൊക്കം, വലിയ ഭീഷണി, ഉരുളുപൊട്ടം ഇല്ലാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. വലിയ മഴ പെയ്യാതിരുന്നാൽ മതി. അങ്ങോട്ട് സോളിങ് ഇല്ല കേട്ടോ, ഇവിടെ കുറച്ച് ഭാഗമുള്ളൂ സോളിങ് ഇല്ലാത്തുള്ളൂ. അങ്ങോട്ട് കുറച്ച് സോളിങ് ഉണ്ട്. ഇവിടെ ഇച്ചിരി ഒരു പാറയുള്ള ഏരിയയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നോർമൽ വണ്ടികളെല്ലാം തന്നെ ഏകദേശം തങ്ങളുപാറയിൽ നിന്ന് 2 കിലോമീറ്റർ നമ്മൾ താവട്ട് വലിയ ഭാഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും സോളിങ് വന്നു. ഇവിടെ ഒരു കെട്ടൊക്കെ ഉണ്ട്. ഇവിടെ 6 പേരും കുഴപ്പമില്ല.
ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ മണ്ണ് ഒന്ന് വീണിട്ടുണ്ട്. അങ്ങനെ ഇതുകൊണ്ടൊരു ചെറിയൊരു കാനയുണ്ട്. അത് പാറ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവർക്ക് പണിയൊക്കെ ലാഭമാണ്. ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് കീറി എടുത്താൽ മതി. കുഴപ്പമില്ല, വണ്ടിയെല്ലാം നോർമലി വണ്ടി കയറിപ്പോവും. ചെറിയ കയറ്റം ഉണ്ടെങ്കിലും വഴി അങ്ങനെ പോയിട്ടില്ല. ഇപ്പം മഴ പക്ഷേ ഇന്നിപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജൂലൈ മാസം 1-ാം തീയതി. ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ടിൻ്റെ പണി നടക്കുന്നുണ്ട്. കുഴപ്പമില്ല ഇതുവരെ. ഇപ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ താഴേക്ക്. നേരെ നമുക്ക് എന്തിയാറ് കാണാം. ഉണ്ടല്ലേ, നമുക്ക് താഴോട്ട് പോയി നോക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം താഴത്തെ അവസ്ഥ. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ ഒരു വളവുണ്ട്, നോക്കട്ടെ. വലിയ മഴ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒഴുകും കേട്ടോ, ഒഴുകിപ്പോവും. മഴ വരാതിരുന്നാൽ മതി. കാരണം വർക്ക് ഇച്ചിരിയുടെ സ്പീഡപ്പായിട്ട് ചെയ്തിരുന്നെങ്കിലും പ്രശ്നമില്ല പോയാൽ. എന്നാൽ ഇതുവരെ എല്ലാ വണ്ടിയും വരും. ഇതുവരെ മുന്നോട്ടാണ്. ഇപ്പം സ്പീഡപ്പായിട്ട് വരുന്നുണ്ട് പണി. ഇവിടെ കലുങ്ക് പണിയൊക്കെ കഴിഞ്ഞ് ഒരു കലുങ്കുണ്ട്. കലുങ്ക് പണി കഴിഞ്ഞു. ഈ കലുങ്കുകളായിരുന്നു ഏറ്റവും വലിയ റിസ്ക്. ഇതുണ്ട്, ഈ പാറയൊക്കെ പൊട്ടിച്ചാണ് ഇവരെല്ലാം. ഇഷ്ടംപോലെ കല്ലുണ്ട് കേട്ടോ. കലുങ്ക് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ വഴി ഒന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പുളി വൈബാണ് കേട്ടോ. ഇതൊരു പ്രത്യേക ഒരു ഭയങ്കര രസമായിരിക്കും ഈ വഴി. അവർക്ക് നേരത്തെ ഒന്ന് സോൾവ് ചെയ്ത് പോയതാണ്. മണ്ണ് ഒഴുകി വന്നിട്ടേ ഉള്ളൂ, കുഴപ്പമില്ല. ഭാഗത്താണ് ഇനി ഓഫ് റോഡെന്ന് അറിയത്തില്ല കേട്ടോ. എല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു. ഓഫ് റോഡ് എവിടെയാണെന്ന് കാണിക്കാം നിങ്ങൾക്ക്. നാളെ ഇതിലെ കാറുമായിട്ട് മുണ്ടക്കയം, കൂട്ടിക്കൽ, എന്തിയാർ, ഇളങ്ങാട്, വലിയേന്ത വഴി വാഗമണിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള നോക്കാം നമുക്ക്. ഇവിടെ മുകളിൽ നിന്ന് ഒരു ചെറിയ തോട് ഒഴുകി വരുന്നുണ്ട്. ഇവിടെ ഒരു കലുങ്ക് അല്ല, ചെറിയൊരു കലുങ്കാണ് അതേക്കുന്നത്. ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നൊരു 75% നമ്മൾ വലിയേന്ത വഴിക്ക് വന്നു. പക്ഷെ ഇതുവരെ കുഴപ്പമില്ല. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ വഴിക്ക്. നമ്മൾ നേരത്തെ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ വാഗമണ്ണിൽ നമ്മൾ കുരിശുമല കയറ്റത്തിനൊക്കെ നടന്ന് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. നടപ്പാതയുള്ളായിരുന്നു. നല്ല അടിപൊളി വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ. കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്വപ്ന റോഡായി മാറും. ഇത് അടിപൊളിയാവും. നല്ല സൂളുന്നുണ്ട് ഇവിടെ. ഏത് വണ്ടിക്ക് വരാം. സെഡാൻ പോലുള്ള വണ്ടികൾ കയറി വരാതിരിക്കുന്നതല്ല കേട്ടോ. സെഡാൻ വാഹനങ്ങളെ ശരിക്കും ചെറിയ SUV ടൈപ്പ് കാറുകളൊക്കെ കയറിപ്പോയി. ഈ വളവ് ഇച്ചിരി ഈ മിറ്റിലിളകി കിടക്കുന്നതിൻ്റെ ഒരു ചെറിയ സ്ലിപ്പാകാനുള്ള സാധ്യതയുണ്ട്. ടയർ പിടിക്കാതെ വന്നാലേ പഴയ ടയറുമായിട്ടൊന്നും കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊരു ശകലം പ്രശ്നം കാണുന്നുണ്ട്. ഈ ഭാഗത്തൊരു ശകലം ടാറിങ് പൊളിഞ്ഞിട്ടുണ്ട്. ടാറിങ് അല്ല, സോളിങ് അതേ ഉള്ളൂ. നമുക്ക് വലിയ കയറി പോരാം. SUV പോലത്തെ വണ്ടികൾക്ക് കയറി പോരാം കേട്ടോ. ഇവിടെ ഒരു ഇച്ചിരി സോളിങ് പൊളിഞ്ഞിട്ടുണ്ട്. പാറ പൊട്ടിക്കുന്നുണ്ട്. വളവ് നോർക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല പണി നടക്കുന്നു ഇവിടെ. നടക്കുന്നുണ്ട് കേട്ടോ. പല പല ഭാഗങ്ങളിലായിട്ട് പണികൾ നടക്കുന്നുണ്ട്. ഇതിലെ കാറ് കയറത്തില്ല എന്നാ. SUV പോലത്തെ കാറ് കയറുകയല്ലേ. SUV പോലത്തെ കാറ് കയറും. SUV വണ്ടികൾ കയറും കേട്ടോ. സെഡാൻ ടൈപ്പ് ആയിരിക്കും ഇച്ചിരി മടുപ്പുള്ള. വലിയുള്ള SUV കയറിക്കോളൂ. കലിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും നമ്മുടെ കരിങ്കല്ല് കേട്ടോ. നമ്മുടെ കല്ല് ഇവിടെ തന്നെ പൊട്ടിച്ച് മിറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ശരിക്കും നല്ല ലാഭമാണ്. ഒരു കലുങ്കുണ്ടേ. ഈ കലുങ്ക് ശാല ഇവിടെ പൊക്കി പണിയേണ്ടതായിരുന്നു തോന്നുന്നു. കാരണം ശരിക്കും ഇത്
നല്ല ഒരു അടിപൊളി വെള്ളച്ചാട്ടമല്ല, നല്ല രസമല്ല, വൈബ്, നല്ല വൈബാണ്. ഇന്നിങ്ങനെ വന്ന് നമ്മുടെ പുല്ലകയാറിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളു കേട്ടോ ഇച്ചിരി പണിയുള്ളത്. ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം വലിയന്തക്ക ഇവിടെ നിന്ന് കാണാം. ഒരു 500 മീറ്റർ കാണുമായിരിക്കും മാക്സിമം. പക്ഷെ എന്നാലും കാറ് കയറി പോരും കേട്ടോ, കുഴപ്പമില്ല. അപ്പം ഒരു 95% എത്തി കേട്ടോ. നമ്മൾ റോഡിൻ്റെ അവസാന ഭാഗത്തോടെ എത്തി, വലിയന്തക്കാവിൻ്റെ അടുത്തെത്താറായി. പക്ഷെ ഇതുവരെ ഒരു കുഴപ്പമില്ല, കാറുകൾ സുഖമായിട്ട് കയറി വരാം എന്നും പറഞ്ഞ് നിങ്ങൾ സെഡാൻ വണ്ടിയായിട്ട് വന്ന് എന്നെ തെറി വിളിക്കരുത്. SUV പോലുള്ള കാറുകൾ കയറി വരാം കേട്ടോ. SUV എന്ന് പറഞ്ഞാൽ മിനി SUVകളൊക്കെ കയറി വരാം. അത്യാവശ്യം കിയ സെൽട്ടോസ്, ഹുണ്ടായി, നമ്മുടെ വെന്യുവോ അല്ലെങ്കിൽ MG ഹെക്ടർ, അങ്ങനെയുള്ള വണ്ടികളൊക്കെ കയറി വരാം കേട്ടോ. ഈ ഭാഗത്തേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇച്ചിരി ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ശകലം മണ്ണ് വഴി കണ്ടോ. അവിടെ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ കുഴപ്പമില്ല കേട്ടോ. ഉള്ളൂ കേട്ടോ ഒരു ശകലം. പക്ഷെ ഇപ്പോൾ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ലെവലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം മാത്രം ഒരു 500 മീറ്ററേ ഉള്ളൂ. ആകെ ഇച്ചിരി പ്രശ്നമെന്ന് പറയാം. ഇപ്പം നമ്മൾ ജസ്റ്റ് വലിയന്തക്കാവിലേക്ക് എത്തുകയാണ്. ശരിക്കും ഒരു 100 മീറ്റർ കേട്ടോ, കഷ്ടിച്ചൊരു 100 മീറ്ററേ ഉള്ളൂ ഒരിച്ചിരി ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അത് ശരിക്കും ഈ പറഞ്ഞ പോലെ മിനി SUV വണ്ടികൾ, ടയർ കണ്ടീഷനുള്ള വണ്ടികൾ കേട്ടോ, എല്ലാം കയറി പോകും, ധൈര്യമായിട്ട് പോരെ. പിന്നെ സെഡാൻ വണ്ടിയായിട്ട് വരരുത്, പിന്നെയും പറയുകയാണ്, പിന്നെ തെറി വിളിക്കരുത് താഴെ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് മിനി SUV വണ്ടികൾ, കാറുകളെല്ലാം കയറി പോരാം ധൈര്യമായിട്ട്. ഇനിയിപ്പോൾ ഒരു എന്തായാലും ഇപ്പോൾ ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി, ഒരു 15 ദിവസം കൂടെ കഴിയുമ്പോൾ വലിയ മഴ വന്നില്ലെങ്കിൽ ശരിക്കും നല്ല റോഡി വന്നു കേട്ടോ. അടിപൊളി റോഡി വന്നു. നമ്മുടെ വലിയന്തക്കാവാണ് ഈ കാണുന്നത്. എത്ര പെട്ടെന്നൊന്നുണ്ട്. നമ്മുടെ പഴയ പാറമടയെല്ലാം നിന്ന് പോയിരിക്കുകയാണ്. ഇവിടുന്ന് ശരിക്കും നമ്മൾ മുകളിൽ വാഗമണ്ണിൽ നിന്ന് തങ്ങളുപാറ ഭാഗത്തു നിന്ന് ഇറങ്ങി നമ്മളിപ്പം വലിയന്തക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. ഇനിയിപ്പം താഴോട്ട് നല്ല ടാറിങ് റോഡാണ്. അപ്പം ഈ വഴിയാണ് മുകളിൽ കാണുന്നതാണ്, നേരെ മുകളിൽ കാണുന്ന ഓറഞ്ച് വാലി റിസോർട്ട്. കുറേ റിസോർട്ടുകളാണ് അവിടെ. നമ്മൾ അവിടെ നിന്നാണ് ആദ്യമേ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു മിനി SUV വണ്ടികളൊക്കെ സുഖമായിട്ട് ഇറങ്ങി വരാം. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുകളിൽ നിന്ന് നമ്മുടെ പുറകെ വന്ന ഒരു വണ്ടിയാണെന്ന് ഒന്ന് കാണിക്കാം. ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ആറ് തീർന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു പൊളി വൈബായിരിക്കും ഇവിടെ കേട്ടോ. അപ്പം എൻ്റെ ചെറിയ വണ്ടി കേട്ടോ, 27-1 ഒരു വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി മുകളിൽ വാഗമണ്ണിൽ നിന്ന് ഇറങ്ങി വന്ന വണ്ടിയാണ്. അത്രയ്ക്കും നല്ല വഴിയായെന്ന് വേണം കരുതാൻ. ഇപ്പം BMW വണ്ടിയാണ്. എന്താ പറയുക, മിനി SUV പോലുള്ള വണ്ടികൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ആയിട്ട് നമ്മളിനി വീണ്ടും വരുന്നതാണ്. അപ്പം ഇനി ശരിക്കും നമ്മുടെ വാഗമൺ വലിയന്ത, വാഗമൺ മുണ്ടക്കയം, കൂട്ടിക്കൽ, NTR, ഇളങ്കാട്, വാഗമൺ റോഡിന് എല്ലാവിധ ആശംസകളും എത്രയും പെട്ടെന്ന് ടാർ ചെയ്യട്ടെ, തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.